നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ ഒടുങ്ങിയതിന് പിന്നാലെ കേരള രാഷ്ട്രീയം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ വാർഡ് വിഭജനം വരെയുള്ള വലിയ ചർച്ചകൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത്. കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് കടക്കുമ്പോൾ ജനവിധി ആർക്കൊപ്പമാകും? ആർക്കാണ് ആത്മവിശ്വാസത്തിൻ്റെ അളവുകോൽ കൂടുതലായി കൈയോടൊപ്പമുള്ളത്? നമ്മോടൊപ്പം പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അഭിലാഷ്, ഇടതുമുന്നണി നേതാവ് ആയൂർ ബിജു, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, മാധ്യമപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ റംഷാർ എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ ആയൂർ ബിജുവിൽ നിന്ന് ചർച്ച ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്? അവിടെ ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ച ഉയർത്തിവിടാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുടർഭരണത്തിൻ്റെ ആലസ്യം നിങ്ങൾക്ക് മുന്നണിക്കുള്ളിലുണ്ടോ? ഇനി തിരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടമാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പ്, തുടർന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ പാലോട് രവിയോ പറയുന്നത് കൊണ്ടല്ല. ഞങ്ങൾ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള നിയതമായ വ്യക്തമായ നയങ്ങൾ, നയരേഖകൾ കഴിഞ്ഞ 2 ഭരണകാലഘട്ടമായി ബഹുമാനായ ആരാധനായ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന മന്ത്രിസഭയുടെ നടപടികൾ, അവരുടെ പ്രവൃത്തികൾ, അതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. എന്തിന് ഞങ്ങൾ അവിശ്വസിക്കണം? കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ എന്തിന് ഞങ്ങൾ അവിശ്വസിക്കണം? അവരെന്തിന് ഞങ്ങളെ അവിശ്വസിക്കണം? അതാണ് ചോദ്യം. ഞങ്ങൾ അവരുടെ മുന്നിൽ വെച്ചിട്ടുള്ള പ്രകടന പത്രിക, അവർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, ഇവയൊക്കെ നിറവേറ്റി മുന്നോട്ട് പോകുവാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യമായിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ, തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ, ആർക്കെതിരെ, ഇന്ദിരാഗാന്ധിക്കെതിരെ പോലും പണ്ട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തെളിയിക്കപ്പെടാതെ പോയ ആരോപണങ്ങളല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയോ ഞങ്ങളുടെ മന്ത്രിമാരെയോ ബാധിക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടുള്ള ഒരു ആരോപണവും ഞങ്ങൾക്കില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ച് ഞങ്ങൾ പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകർ പറയും, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സൂചിപ്പിക്കുകയുണ്ടായി, അടുത്തത് 3ാം തവണയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരും. സത്യത്തിൽ സത്യസന്ധമായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെത്. സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് എന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. 2 കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് വളരെ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം കൃത്യമാണ്. അത് നിങ്ങൾ വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിങ്ങളുടെ സ്നേഹപ്രകടനമല്ലേ ശ്രീ ആയൂർ ബിജു? അത് അല്ല, ഞങ്ങളുടെ പാർട്ടി അദ്ദേഹം ചേർന്നിട്ടില്ലല്ലോ, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ആയിരുന്നില്ലേ? അപ്പം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോ അദ്ദേഹത്തിൻ്റെ പ്രചരണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് അറിയാവുന്നത്, അതെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങളെ തൊട്ട് മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വീണ്ടും 3ാമതും അധികാരത്തിൽ വരും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധങ്ങളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഘടകകക്ഷി നേതാക്കളും അധികാരത്തിലെത്തും എന്നതിലും ഇതേ നിമിഷം വരെ ഞങ്ങൾക്ക് സംശയമില്ല. ഓക്കെ, ശ്രീ അഭിലാഷ് നോക്കൂ, ഏറ്റവും ഒടുവിൽ ശ്രീ പാലോട് രവിയുടേതായി പുറത്തു വന്ന ഒരു സംഭാഷണ ശകലമാണ് ഒരുപക്ഷെ LDF വളരെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി കാണുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ കണക്കുകൂട്ടൽ എപ്രകാരമാണ്? 2026-ൽ എന്ത് സംഭവിച്ചാലും കേരളത്തിൽ അധികാരത്തിലെത്തിയേ പറ്റുള്ള നിലപാടിലാണ് UDFന് നേതൃത്വമുള്ളത്. അതിനു മുന്നിൽ നടക്കുന്ന ഈ സെമി ഫൈനലിൽ നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്? ഇവിടെ 100% നമുക്ക് ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിലെ അടുത്ത 2 പൊതു തെരഞ്ഞെടുപ്പിലും മികച്ച തിളക്കമാർന്ന വിജയം UDFന് ഉണ്ടാകും എന്നത് കേരള ജനതയ്ക്ക് തന്നെ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം കേരളത്തിലെ ജനത ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ദാഹിക്കുകയാണ്. ഇവർ ഈ 3ാം വട്ടവും വരുമെന്ന് ഇവരുടെ ഒരു പ്രചരണമുണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത്. കാരണം ജനങ്ങൾ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ പൊറുതിമുട്ടി ജീവിക്കുവാണ്. അവർ വീണ്ടും വരും എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് കൂടുതൽ
ജനങ്ങളുടെ പിന്തുണ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ DCC പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ടൊരു ഫോൺ സംഭാഷണം, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അത് കേൾക്കണം. അത് കേൾക്കുമ്പോഴാണ് അതിൽ നിന്ന് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരച്ഛൻ സ്വന്തം മകനോട് പരീക്ഷയ്ക്ക് നീ തോറ്റുപോകുമെടാ, നീ നേരെ പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകുമെടാ എന്ന് പറയുന്ന ആ ഒരു ലാഘവത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. ആ സെൻസിൽ എടുക്കണം. അല്ലാതെ ചില മാധ്യമങ്ങൾ അതിലുള്ള കുറച്ച് ശകലങ്ങൾ എടുത്തു വച്ച് അദ്ദേഹത്തിനെ പുറത്താക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു. അദ്ദേഹം ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റുകൊടുത്തുകൊണ്ട് രാജിവെച്ചു. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന മകനെ ഉപദേശിക്കുന്ന ഉപദേശമാണ് അവിടെ ശ്രീ പാലോട് രവി DCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്, മുൻ DCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഇത് ഇടതുപക്ഷത്തിലുള്ള പിന്തുണയായി ആരും വ്യാഖ്യാനിക്കരുത്. അതിലെ പൂർണ്ണമായ സംഭാഷണം നമ്മൾ കേൾക്കണം. കേട്ട് കഴിഞ്ഞിട്ട് വിലയിരുത്തണം. ഇന്ന് രാജിവെച്ചതിന് ശേഷമാണ് ആ സംഭാഷണം കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം ചർച്ച ചെയ്തത്. അതിനുശേഷം എല്ലാവരും പറഞ്ഞു, രാഷ്ട്രീയ ഭേദമന്യേ പറഞ്ഞു, പാലോട് രവി പറയുന്ന കാര്യമല്ലേ. കാരണം എന്താണ് അതിലുള്ളത്? അതിൽ ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു മകനെ ഗുണദോഷിക്കുന്നത് പോലെയാണ് അതിൽ പാലോട് രവി സംസാരിച്ചത്. അതിൻ്റെ സംഭാഷണം മുഴുവൻ കേൾക്കണം. അല്ലാതെ അതിലെ കുറച്ചെടുത്ത് വെച്ച് അതിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതി ഇനിയെങ്കിലും ചില മാധ്യമങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്. ഒരു കാര്യം കൂടെ, കോൺഗ്രസ് എടുക്കാച്ചരക്കാകും എന്ന് പറയുന്ന വാചകമുണ്ട്. സെന്നറ്റ് താങ്കൾ കേട്ടോ? അതെന്താണ്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് ബിജു അതിൽ ചിലരുടെ സംഭാഷണങ്ങൾ വരുമ്പോൾ ചില വാക്കുകൾ അവരുടെ ചില രീതിയിൽ വന്നു പോകുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു അച്ഛൻ മകനോട് പരീക്ഷയ്ക്ക് മുൻപ് പറയണം, എടാ നീ പഠിച്ചില്ലെങ്കിൽ നേരാവണ്ണം പഠിച്ചില്ലെങ്കിൽ നീ പരീക്ഷയ്ക്ക് തോറ്റുപോകും. ആ ഒരു ലാഘവത്തോടെയാണ് അങ്ങനെ ഉപദേശിക്കുകയാണ് മുൻ DCC പ്രസിഡന്റ് ചെയ്തത്. അല്ലാതെ ഇതിനെ മറ്റൊരു അർത്ഥത്തിൽ നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് യാതൊരു പിന്തുണയില്ല കേരള സമൂഹത്തിൽ. അത് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും കണ്ടതല്ലേ ബിജു? ശ്രീ JR പത്മകുമാർ, നോക്കൂ, LDF UDF പാറ്റേണിൽ നിന്ന് മാറി ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് BJPയുടെ നേതൃത്വം, പ്രത്യേകിച്ച് പുതിയ നേതൃത്വം ആവർത്തിച്ച് പറയുന്നതും അത് നേതാക്കൾ പരസ്യമായി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് BJP എന്ന് പറയുന്നു. ഈ കൺവെൻഷണൽ പാറ്റേണിൽ നിന്ന് LDF UDF പാറ്റേണിൽ നിന്ന് ഇത് മാറുമോ? തീർച്ചയായിട്ടും മാറും. കേരളത്തിലൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ മുമ്പുണ്ടായിരുന്നു. LDF അല്ലെങ്കിൽ UDF, ഈ അതിൽ ഉള്ള ഘടകകക്ഷികളെ സംബന്ധിച്ച് നോക്കിയാലും ഏതൊരു രീതിയിലുള്ള അവരുടെ താത്വികമായ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ അടുത്ത മുന്നണിയിലേക്ക് പോകും. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരേ പാറ്റേണിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മൂന്നാമതൊരു ശക്തിക്ക് പ്രസക്തിയില്ലായിരുന്നു, ഒരു മുന്നണിക്ക് പ്രസക്തിയില്ലായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടം ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി 4-5 വർഷമായിട്ട് അത് മാറിയിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. ഈ രണ്ട് മുന്നണികളുടെയും ജനദ്രോഹ നിലപാടുകൾക്കെതിരായി ഒരു ബദൽ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളൊക്കെ നേരത്തെ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ ജനസംഘമായാലും ജനതാ പാർട്ടിയിൽ നിൽക്കുമ്പോഴും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നപ്പോഴും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുൻകാല നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ട്. അത് അന്നൊന്നും ജയിക്കും എന്നുള്ള നിലയിലല്ല മത്സരിക്കുക ഞങ്ങളുടെ പ്രസൻസ് കാണിക്കുക എന്നുള്ളത്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഇപ്പോൾ കേരള ജനസമൂഹത്തിൻ്റെ മുന്നിലുള്ളത് ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി, അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മുന്നണികളുടെയും ഈ പ്രചരണത്തിൻ്റെ അവരുടെ പ്രവർത്തനത്തിൻ്റെ നേർമുന തിരിച്ചു വെക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ NDAക്ക് എതിരെയാണ് എന്നുള്ളത്. എല്ലാ സമീപകാല വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് NDAക്കെതിരായിട്ടുള്ളൊരു പ്രചരണമാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കാലഘട്ടം 2 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ഈ 25-ൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അതേപോലെ 26-ലെ നമ്മുടെ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിശാമാറ്റം വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ യാതൊരു സംശയമില്ല. ഈ രണ്ട് മുന്നണികളും ഒരുമിച്ച് ഇവർ രണ്ടുപേരുടെയും പ്രചരണത്തിൽ BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ നടത്തുന്ന ചില പ്രചരണങ്ങളും വോട്ട് കൈമാറ്റങ്ങളും അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാണുകയും സ്വാഭാവികമായും ഒരു ചോദ്യം വരുന്നത് ശ്രീ JR പത്മകുമാർ, BJP എന്ന രാഷ്ട്രീയ സംവിധാനം അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തുന്നു താങ്കൾ പറയുമ്പോൾ എവിടെ നിന്നെങ്കിലും വോട്ടുകൾ നഷ്ടമാകണമല്ലോ. നിങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ വോട്ട് ബാങ്കിൽ നിന്നുള്ള ചോർച്ചയാണോ അതോ കോൺഗ്രസിൽ നിന്നുള്ള ചോർച്ചയാണോ? അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഈ കേരളത്തിൽ
അങ്ങനെ ഒരു ഞങ്ങളുടെ വോട്ട് ബാങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില പാർട്ടി കേഡേഴ്സും അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളും ഉണ്ടാകും എന്നുള്ളതിനാൽ അപ്പുറം ഞങ്ങളുടേതാണ് ഇതൊന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഒരു ടൈമിൽ മാത്രമാണ് ഒരു ഭരണ തുടർച്ച ഉണ്ടായിട്ടുള്ളത്. അതുവരെ ഒരു മുന്നണി ഭരിക്കും, അത് കഴിയുമ്പോൾ വേറൊരു മുന്നണി വരും, അങ്ങനെ മാറി മാറി വരുമ്പോൾ അത് തന്നെ നമുക്ക് വെളിവാകുന്നത് ഈ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ. അല്ല, പുതിയ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്ത് ആദ്യമായി ലിസ്റ്റിൽ വരുന്ന ആളുകൾ വോട്ട് ചെയ്ത മാറ്റം അല്ലല്ലോ. അപ്പോൾ വോട്ടിങ്ങിൽ ഒരാളുകളുടെ ചിന്താഗതിയിൽ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകും. അതുകൊണ്ട് ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമിടുന്ന ധാരാളം ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരാഗത രാഷ്ട്രീയ വോട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് എന്തായിരിക്കണം നമ്മുടെ ഭാവി, എങ്ങനെയായിരിക്കണം നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്, അതിനാരാണ് യുക്തം പര്യാപ്തം എന്നുള്ളത് മനസ്സിലാക്കി വോട്ട് ചെയ്യും. അതുകൊണ്ട് UDF നിന്നും വോട്ട് വരാം, LDF നിന്നും വോട്ട് വരാം. നിഷ്പക്ഷമായി ഈ കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് വരാൻ കഴിയും. ശ്രീ ആയൂർ ബിജു, നോക്കൂ, നമ്മൾ എല്ലാ കാലത്തും കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് നിഷ്പക്ഷമതികളുടെ വോട്ട് അത് ഭരണം ആര് ഭരിക്കണം എന്നതിൽ നിർണായകമായ ഒരു ഘടകമാണ്. സ്വാഭാവികമായിട്ടും BJP പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് മുന്നണികളുടെയും പരീക്ഷിച്ച് ആ നിഷ്പക്ഷരായ വോട്ടർമാർ മടുത്തിട്ടുണ്ട്. അവരുടെ വോട്ട് സ്വാഭാവികമായും BJPയുടെ ക്യാമ്പിലേക്ക് എത്തും. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ച് അവരൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ LDF നിന്നും UDF നിന്നും വോട്ട് വരും എന്ന് ബഹുമാനായ പത്മകുമാർ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിൽ നിങ്ങൾക്ക് LDF നിന്ന് വോട്ട് വന്നോ? ഞങ്ങളുടെ വോട്ട് വിഹിതം അവിടെ കൂടിയതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു MP അവിടെ ജയിച്ചപ്പോൾ 81,675 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്രയും വോട്ട് കോൺഗ്രസിൽ നിന്നാണ് നിങ്ങൾക്ക് വന്നത്. അപ്പോൾ ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിലോ വോട്ടിംഗ് പാറ്റേണിലോ ഒരു വ്യത്യാസവും വരുന്നില്ല. കാലാനുസൃതമായി ഞങ്ങൾ വോട്ടിംഗ് നിലവാരം ഉയർത്തി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് കൊണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിന് അടിത്തറ പാകിയിട്ടുള്ള അടിസ്ഥാന വിഭാഗം ഒന്നും നിങ്ങളോടൊപ്പം വരത്തില്ല. എങ്ങനെ വരും? കേരളത്തിലെ സംവിധാനം അനുസരിച്ച് ന്യൂനപക്ഷത്തിലെ ആൾക്കാർ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും? ഞാനീ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ ഇന്നും കലങ്ങി മറിയുന്ന, ഇന്ന് മുഖ്യധാര രാഷ്ട്രീയ പത്രങ്ങളോ അല്ലെ മുഖ്യധാര പത്രങ്ങളൊക്കെയും എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട, ഇന്ന് മനോരമയിൽ ആ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. 2 കന്യാസ്ത്രീകളെ ഒരു സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്ത് അനാവശ്യമായെന്ന് അവർ പറയുന്നു, ആവശ്യമാണെന്ന് നിങ്ങളുടെ സർക്കാർ പറയുന്നു. അകത്തിട്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ഒന്നുമില്ലായ്മയുടെ പേരിൽ, നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കുവാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഏത് ന്യൂനപക്ഷ സമൂഹം നിങ്ങളോടൊപ്പം നിൽക്കും? നിങ്ങളൊരു BC യോജനയോ അല്ലെങ്കിൽ അബ്ദുള്ളക്കുട്ടിയെയൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചു എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടൊന്നും കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ലെന്നേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് പല ചർച്ചകളിലും ഞാൻ പങ്കെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വാഹനം ഇറങ്ങുമ്പോൾ, ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യമായോ? സാധ്യമാകില്ലെന്നേ. ഇനിയും അതിനുവേണ്ടി ഒന്നും BJP സംഘപരിവാർ സംഘടനകൾ കേരളത്തിൽ വളർന്നിട്ടില്ല. നിഷ്പക്ഷരായ ജനവിഭാഗങ്ങൾ ഉണ്ടോ എന്ന് കൂട്ടിക്കുമോ? അവർ കോൺഗ്രസിനാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടൊപ്പവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ജനവിഭാഗവും നിങ്ങൾക്ക്, അവരിപ്പം തൃശ്ശൂരിൽ വോട്ട് ചെയ്തതിൻ്റെ വിഷമം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ ഒരു MP ഉണ്ടാക്കി, അതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന കലാപങ്ങൾ, അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വാങ്ങിച്ച് കുരുത്തോലയുമായി പിടിച്ച് പള്ളികളിൽ കയറി ഇറങ്ങി. മലയാറ്റൂർ മുത്തപ്പനേക്കാണ് എനിക്കൊന്ന് നിങ്ങളുടെ ഏതോ BJP നേതാവ് മലയാറ്റൂരിൽ പകുതി പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് 2ാം വട്ടം വീണ്ടും കയറിപ്പോയി. എന്താണ്? ക്രിസ്ത്യാനികളുടെ ഉത്സവങ്ങൾ വരുമ്പോൾ അവരെ വീടുകളിൽ കേക്കുമായി പോവുക, മുസ്ലിങ്ങളുടെ ആഘോഷം വരുമ്പോൾ അവിടെ പോവുക. ആ ഒരു ദിനം കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ JR പത്മകുമാർ, നോക്കൂ, ഒരു ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിലുള്ള നിങ്ങളുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പൂർണ്ണമായും വിജയകരമാകില്ല എന്നൊരു രാഷ്ട്രീയ മറുവാദമാണ് ശ്രീ ആയൂർ ബിജു ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അത് അദ്ദേഹത്തിന് ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിലെ ഭയമാണ്. ഇപ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ
ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കള്ളപ്രചരണങ്ങൾ അവരുടെ മനസ്സിലുള്ള ഭയം പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള. ഏറ്റവും ഒടുവിൽ ഞാനത് അതിലേക്ക് വരുന്നുണ്ടല്ലോ, ഞാനത് അതിലേക്ക് വരാം. ഈ ഛത്തീസ്ഗഡിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് അവിടെ നിലവിലുള്ളൊരു നിയമം ലംഘനമുണ്ടായി എന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിയാൽ സ്വാഭാവികമായിട്ട് നടപടിയെടുക്കും. ആ നടപടി ശരിയോ തെറ്റോ എന്നുള്ള കാര്യം അന്വേഷണത്തിൽ തെളിയും. അവിടെ സംബന്ധിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരാളെ അവിടുത്തെ പ്രത്യേക രീതി അനുസരിച്ചിട്ട് അവിടെ ആൻറ്റി കൺവേർഷൻ ആക്ട് കൊണ്ടുവന്നത് ആ ഒരു സംസ്ഥാനത്ത് കൊണ്ടുവന്നത് ആരാ? ഏത് കാലഘട്ടത്തിലാണ്? 68-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് BJP ആണോ ഭരിക്കുന്നത്, ജനസംഘമാണോ അവിടെ ഭരിക്കുന്നത്? 2013 ഛത്തീസ്ഗഡ് ആൻറ്റി പ്ലേസ്മെൻറ്റ് ആക്ട്, ഈ പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്നതിനെ സംബന്ധിച്ച് ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ആക്ട് 2013 ആരാ കൊണ്ടുവന്നത്? എന്താണ് അവിടെയുള്ള പ്രത്യേകിച്ച് ഗോത്ര മേഖലയിലുള്ള ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചില നിയമം അത് കൊണ്ടുവന്നത് BJP അല്ല. ആ നിയമത്തിന് ലംഘനമുണ്ടായി എന്നൊരു വാദം വന്നു കഴിഞ്ഞാൽ അതിൽ നടപടിയെടുക്കും. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവർ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്. ഒരു കന്യാസ്ത്രീയോ അല്ലെങ്കിൽ ഒരു ഫാദറോ അല്ലെങ്കിൽ ഒരു മുസ്ലിയാരോ ഒരു സന്യാസിയോ ഹെൽമെറ്റ് വയ്ക്കാതെ യാത്ര ചെയ്തു, നിയമ നടപടി സ്വീകരിക്കില്ലേ? അത് ഏതെങ്കിലും രീതിയിലൊരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അമിത ആവേശം ഉണ്ടെങ്കിൽ അത് പിന്നീടല്ലേ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു നടപടി ഉണ്ടെന്ന് ആരോപിക്കപ്പെടുമ്പോൾ അതിൽ നടപടിയെടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈ രൂപത എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയ്ക്കെതിരായി അവരെ രൂപത എന്ന് പറഞ്ഞാൽ രൂപത എന്ന് പറഞ്ഞുകൊണ്ട് ആരാ ആക്രമിച്ചിട്ടുള്ളത്? ന്യൂനപക്ഷം ആക്ഷേപിച്ചിട്ടുള്ളത്? നികൃഷ്ടജീവി എന്ന് വിളിച്ചിട്ടുള്ളത് ആരാ? ഒരു MLA മരിച്ച സമയത്ത് അയാൾക്ക് അധികൂദാശ കൊടുത്തു എന്ന് പറഞ്ഞ സമയത്ത് എന്ത് മോശമായ ഭാഷയാണ് ഉപയോഗിച്ചത്? ലവ് ജിഹാദിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൺവേർട്ട് ചെയ്തപ്പോൾ ഒരു CPMൻ്റെ നേതാവ് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ലവ് ജിഹാദിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതാരാ? ഇതൊക്കെ ഈ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെയും ഞാൻ ചോദിക്കട്ടെ, മതപുരോഹിതന്മാർ തെറ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? മുക്രിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? മുസ്ലിയാർമാരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? പൂജാരിമാരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? കേരളത്തിൽ തെറ്റ് ഉണ്ടെന്ന് തോന്നിയാൽ അത് പിന്നീട് കോടതിയാണ് തീരുമാനിക്കുന്നത് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഇത് ഇവരുടെ മനസ്സിൽ കേരളത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുമായി അനുകൂലിക്കുന്നു എന്നുള്ളൊരു തോന്നലുള്ളപ്പോൾ അതിൽ വിരളി പിടിച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ ഇപ്പോൾ ഓടുക, ഭയങ്കര ഓടുക. ഇതിൻ്റെ വസ്തുത പുറത്തോട്ട് വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞ ഈ 2 നിയമങ്ങളും പാസ്സാക്കിയ ഞങ്ങളല്ല. നിയമം അനുസരിച്ച് ആ സംസ്ഥാനത്തിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയാം. അവിടെ ഒരു പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ, അവിടെ സംസ്ഥാനത്ത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഏജൻസികൾക്ക് രജിസ്ട്രേഷൻ വേണം. അവിടെ തൊഴിലെന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അവർ റെയിൽവേ സ്റ്റേഷനകത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്ത കയറിയാൽ അത് എവിടെ ആയാലും ചോദ്യം ചെയ്യും, നിങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടോ? അത് ചോദിക്കുമ്പോഴാണ് പറയുന്നത് വേറെ ഈ സിസ്റ്ററുടെ കയ്യിലാണ് ടിക്കറ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ കുട്ടികളോട് ചോദിക്കും, പോലീസിനോട് പറഞ്ഞതാണല്ലോ, കുട്ടികളോട് എല്ലാ വിഷ്വൽ മീഡിയയിലും വന്നു, കുട്ടികളോട് ചോദിക്കുമ്പോൾ പറയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ട എന്ന് പറയും. അപ്പോൾ പറയും ടിക്കറ്റ് എടുത്തതുകൊണ്ട് പോകണം എന്ന് മറ്റാൾ നിർബന്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നമാണ്. അതിനെ പർവ്വതീകരിച്ച് ഇങ്ങനെ BJP ന്യൂനപക്ഷത്തിനെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രചരണം നടത്തേണ്ട. ന്യൂനപക്ഷത്തിനെതിരെ നിൽക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ആ സമൂഹത്തിന് നന്നായിട്ടറിയാം. ഈ തെറ്റിദ്ധരിപ്പിക്കൽ അഡ്വക്കേറ്റ് അഭിലാഷ്, നോക്കൂ, BJP ഈ തെരഞ്ഞെടുപ്പിൽ പുലർത്തുന്ന വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു തലമാണ് ശ്രീ പത്മകുമാർ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഇതുവരെയുള്ള സമീപനത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു പൊതുബോധം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് UDFനെയും LDFനെയും മതിയായ ഒരു ജനവിഭാഗമുണ്ട്, നിഷ്പക്ഷ ജനവിഭാഗമുണ്ട്, അവരുടെ വലിയ പിന്തുണ BJPയിലേക്ക് എത്തുന്നു. അതിനെ നിങ്ങൾ ഏത് പുകമറ കാട്ടി മറയ്ക്കാൻ ശ്രമിച്ചാലും അതിനുള്ളിൽ നിന്നൊക്കെ BJP അതിനെയൊക്കെ അതിജീവിക്കുമെന്നാണ് ആ പ്രതീക്ഷ. കേരളത്തിൽ BJPക്ക് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലായാലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ശരി, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കില്ല എന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് മുതലുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. അവരുടെ വോട്ടിംഗ് പാറ്റേൺ കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഓരോ ദിവസവും ആക്രമിക്കപ്പെടുകയാണ്.
ഡൽഹിയിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരിശിൻ്റെ വഴി തടഞ്ഞ സംഭവം മുതൽ അങ്ങോട്ടെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിൽ പുരോഹിതന്മാരെ ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ടായി. അതിനെതിരെയും നിയമപരമായി യാതൊന്നും ചെയ്യുവാൻ അവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നവരെ വളരെ ആരാധനയോടെയാണ് അവിടുത്തെ ഗവൺമെൻറ്റുകളും BJPയും RSS സംഘപരിവാർ സംഘടനകളും നോക്കിക്കാണുന്നത്. ഇവിടെ പത്മകുമാർ വക്കീൽ പറഞ്ഞല്ലോ, വക്കീൽ പറയുകയുണ്ടായി, അവിടെ നിയമത്തിൻ്റെ വഴിക്കാണ് പോയതെന്ന് പറയുന്നു. നിയമപാലകർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആൾക്കൂട്ട വിചാരണ പോലെ ബജരംഗദളിൻ്റെയും മറ്റ് ഹിന്ദു സംഘടനകളുടെയും പ്രവർത്തകർ വന്ന് ഈ കന്യാസ്ത്രീകളെ അവരാണ് ചോദ്യം ചെയ്യുന്നത്. പോലീസുകാർ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്ന സ്ഥിതിയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. പോലീസുകാർ നോക്കി നിൽക്കുവാണ്. അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മറ്റ് സംഘടനയുടെ RSS പോലുള്ള സംഘടനകളുടെ പ്രവർത്തകരാണ് വന്ന് കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നത്. അവരാണ് ചോദ്യം ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിയമത്തിൻ്റെ വഴിക്കല്ല പോകുന്നത്. നിയമം കൈകാര്യം ചെയ്യുന്നത് മറ്റ് ഹിന്ദു സംഘടനകളാണ്, ഹൈന്ദവ സംഘടനകളാണ്, അല്ലെങ്കിൽ RSSൻ്റെ B ടീമുകളാണ് അവിടെ നിയമം കൈകാര്യം ചെയ്യുന്നത്. പോലീസൊക്കെ നോക്കുകുത്തികളെ പോലെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ ഛത്തീസ്ഗഡിൽ കണ്ടത്. അപ്പോൾ ഛത്തീസ്ഗഡിലും മറ്റ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലും ഒരു നയം, കേരളത്തിലൊക്കെ മറ്റൊരു നയം. ഇത് കേരളത്തിലെ മതേതര വിശ്വാസികൾ, ജനാധിപത്യ ബോധമുള്ള വിശ്വാസികൾ തിരിച്ചറിയും. കാരണം ഇവിടെ പള്ളി അരമനകളിലേക്ക് കേക്കും വൈനുമായിട്ടൊക്കെ കടന്നു പോകുമ്പോഴും, അതുപോലെ തന്നെ കുരുത്തോല പെരുന്നാളിന് കുരുത്തോല പിടിച്ചു എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ സ്നേഹമോ മതേതര സ്നേഹമോ ആകുന്നില്ല. അതെല്ലാം വോട്ടിന് വേണ്ടിയുള്ള വെറും തറ പരിപാടികളാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കസ്റ്റഡിയിലിരിക്കുമ്പോഴാണ് ഒരു MPയെ വെടിവെച്ചു, ഒരു മുസ്ലിം MPയെ സ്റ്റേറ്റാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വെടിവെച്ചു കൊല്ലുന്നത്. അതെ. അപ്പോൾ അത്തരത്തിലുള്ള അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മതേതര ബോധമുള്ളവരാണ്, ജനാധിപത്യ ബോധമുള്ളവരാണ്. അവർ ഇത് നോക്കിക്കാണുകയാണ്. അത് ഉത്തരേന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷ സ്നേഹവും പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പള്ളി അരമനകൾ കയറിയിറങ്ങി ബിഷപ്പുമാരെയും തിരുമേനിമാരെയും കണ്ടുവെന്ന് പറഞ്ഞ് അത് ന്യൂനപക്ഷ പ്രീണനം മാത്രമേ ആകുന്നുള്ളൂ. അവരെ അംഗീകരിക്കലാകുന്നില്ല. അംഗീകരിക്കൽ ഇവർക്ക് ഇവിടെ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അടുത്ത 2 തിരഞ്ഞെടുപ്പിലും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ആ വിഷയം അവിടെ മാറ്റി നിർത്തി നമുക്ക് കേരളത്തിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി ചർച്ചയോട് ഈ അടുത്ത തരത്തിൽ പോകുകയുണ്ട്. ശ്രീ JR പത്മകുമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വോട്ടുണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അക്കാര്യത്തിൽ ഏറെ വലിയ വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള വലിയ വാദഗതികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഈ 2 തെരഞ്ഞെടുപ്പുകളിലും അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് ഈ LDFൻ്റെയും CPMൻ്റെയും ഒക്കെ നേതൃയോഗങ്ങളിൽ ചർച്ചയാകുന്നതായി വാർത്താമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ദിവാസ്വപ്നമാണ്. കേരളത്തിൽ നിങ്ങൾ കഴിഞ്ഞ 9-9.5 വർഷത്തെ ഭരണം ഒന്ന് വിലയിരുത്തി നോക്കുക. മനുഷ്യൻ്റെ കേവല മര്യാദകൾ ഏതെങ്കിലും ഒന്ന് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഒന്നും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ കടം ഇപ്പോൾ എത്രയാണെന്നറിയോ? 4.5 ലക്ഷം കോടിയാണ്. 4.5 ലക്ഷം കോടി രൂപ കടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എല്ലാ മേഖലയിലും സ്തംഭനമാണ്. ഏതെങ്കിലും ഒരു കേന്ദ്ര സഹായം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ പരിപാടി ഉച്ചകഞ്ഞി കൊടുക്കുക. മുടങ്ങുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക, അപ്പോൾ ഈ സെൻട്രലിൻ്റെ കിട്ടിയിട്ടില്ല. നെല്ല് കർഷകർക്ക് കേന്ദ്രം കൊടുക്കുന്ന പൈസ വരെ ഡൈവേർട്ട് ചെയ്തിട്ട് നെല്ല് കർഷകർക്ക് താങ്ങുവില കൊടുക്കാൻ കഴിയുന്നില്ല. സിവിൽ സപ്ലൈസിൻ്റെ സ്ഥാപനങ്ങളിൽ അത് കേന്ദ്ര സബ്സിഡി കിട്ടാത്തത് കൊണ്ടാണെന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇന്ന് തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് 40 ലക്ഷം ആളുകളാണ് കണ്ടോ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുന്നത്. ഒരു വർഷം 25,000 പേർക്ക് പോലും തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. 200 വർഷം കാത്തിരിക്കണം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവർക്ക് തന്നെ തൊഴിൽ കിട്ടണമെങ്കിൽ. അങ്ങനെ രൂക്ഷമായ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നയം, മാർക്സിസ്റ്റ് പാർട്ടി പിന്തുടർന്ന് വന്നിട്ടുള്ളൊരു നയമുണ്ട്. ആ നയം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ആ നയമാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇതെല്ലാം ഇപ്പോൾ മാറ്റിയിട്ട് അവർ കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുടർന്ന നയങ്ങളെയൊക്കെ മാറ്റിയിട്ട് തനി മുതലാളിത്ത നയങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ്
സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറിയ ചില മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, അഭ്യസ്തരായ ആളുകൾ എല്ലാം തൊഴിലിന് വേണ്ടി, ഇവിടെ എല്ലാം നമ്പർ ഉണ്ടാണെന്ന് പറയും, പക്ഷേ എല്ലാ ആളുകളും കേരളത്തിൽ നിന്ന് പുറത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന്, തൊഴിലിന് ഒക്കെ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇവരുടെ ഭരണത്തിൻ്റെ മികവ് കൊണ്ട് കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഒരിക്കലും അവർക്ക് തന്നെ പ്രതീക്ഷയില്ലാത്ത. അതുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ഇപ്പോൾ തന്നെ ഒരു ചർച്ച ഇപ്പോൾ കേരളത്തിൽ പൊതുവായി വന്നിട്ടുള്ളത് ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ടും പ്രാകൃതമായ രീതിയിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അട്ടിമറിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ് തിരുവനന്തപുരത്ത്. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ വാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 17ാമത്തെ വാർഡിൽ 28-17 എന്നാണ് എൻ്റെ വീട്ടു നമ്പർ, ആ വാർഡ് നമ്പർ. പക്ഷേ എൻ്റെ വോട്ടർ ആ വീട്ടിലല്ല. ഇപ്പോൾ എൻ്റെ 4 വോട്ട് എൻ്റെ വീട്ടിലുണ്ട്. ആ 4 സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ വോട്ട് വന്നിട്ടുള്ളത് 28-18 എന്നാണ് വോട്ടർ ലിസ്റ്റ്. ഈ ഇതിൽ അത് സാങ്കേതികമായ തടസ്സമാണ്. സാങ്കേതികം എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അത് സാങ്കേതികം നോക്കാനാണല്ലോ നമ്മളൊരു കമ്മീഷനെ. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. അവിടെ 23 പേര് എൻ്റെ ഇപ്പോൾ എനിക്ക് വോട്ടുള്ള വീട്ടിൽ 28 ആളുകൾ വോട്ടുണ്ട്. 23 ആളുകൾ 28-18 നിങ്ങൾ അടിച്ചു നോക്കൂ. 36ാമത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വോട്ടർ ലിസ്റ്റിൽ 36ാമത്തെ വാർഡിൽ 3ാമത്തെ പാർട്ട് എടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്നെ 28-18 917 മുതൽ 943 വരെ ഒരു വീട്ടിലാണ് വോട്ട്. ഇതുപോലെ നിരവധി ആ വാർഡിനകത്ത് തന്നെ, ആ ബൂത്തിനകത്ത് തന്നെ നിരവധി 25 വോട്ടുള്ള വീട് വരെയുണ്ട്. സാങ്കേതിക ഇത് വന്നാൽ ഇത് പരാതിപ്പെട്ടിട്ടില്ലെങ്കിൽ ആരാ പരിഹരിക്കപ്പെടുന്നത്? പരിഹരിക്കാനുള്ള നമ്മുടെ എന്താ മാർഗം? ഫോം 4 അനുസരിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് ഇൻക്ലൂഷൻ. 4-5 അനുസരിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? 4-6 അനുസരിച്ച് ഇങ്ങനെ ബൾക്കായിട്ടുള്ള ആളുകളെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിർത്തി ഡീലിമിറ്റേഷൻ ഫൈനലൈസ് ചെയ്തു. ഇതിനകത്തുനിന്ന് അപ്പുറത്തെ അതിർത്തിയിൽ പോയിട്ട് 200-300 വോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു സിസ്റ്റം ഉള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെല്ലാം പരിഹരിക്കാൻ മാർക്സിസ്റ്റ് പഞ്ചായത്താണെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറിയുടെ കീഴിൽ 5-6 പഞ്ചായത്തുണ്ട്, അവരാണ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. കോർപ്പറേഷനാണെങ്കിൽ ഏരിയ സെക്രട്ടറി, അല്ല നമ്മുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. ഈ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് വിജയം നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഭരണ മികവിൽ അവർക്ക് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീ അഭിലാഷ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിലടക്കം CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലിയ തോതിൽ കൈകടത്തുന്നു എന്നൊരു ആക്ഷേപം? 100% ആക്ഷേപമുണ്ട്. ശ്രീ പത്മകുമാർ വക്കീൽ പറഞ്ഞത് 100% ശരിയാണ്. ഈ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളിലും ഡീലിമിറ്റേഷൻ കൈകാര്യം ചെയ്തത് NGO യൂണിയൻ്റെയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ജില്ലാ ഭാരവാഹികളും ചേർന്നാണ്. അങ്ങനെ ഡീലിമിറ്റേഷനിലൂടെ അവർക്ക് അനുയോജ്യമായ വാർഡുകൾ രൂപീകരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ ആറ്റുകാൽ വാർഡിനെ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് മണക്കാട് വാർഡിലാണ് കിടക്കുന്നത്. ആറ്റുകാൽ വാർഡുണ്ട് നഗരസഭയിൽ, പക്ഷേ ആറ്റുകാൽ ക്ഷേത്രം കിടക്കുന്നത് മണക്കാട് വാർഡിലാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം സോണൽ പ്രദേശത്ത് വിഴിഞ്ഞം സോണൽ പഴയ വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്ത് 6 കോർപ്പറേഷൻ വാർഡുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രദേശം അവിടെയാണ്. അവിടെ ഇപ്പോൾ 5 വാർഡുണ്ടായിരുന്നതിനെ 4 ആക്കി ചുരുക്കി. അപ്പോൾ ഒരു വാർഡിൽ 5000 വോട്ട്, ഒരു വാർഡിൽ 13000 വോട്ട്, ഒരു വാർഡിൽ 11500 വോട്ട്, ഒരു വാർഡിൽ 7000 വോട്ട്. അപ്പോൾ ഇതിനൊരു ആനുപാതികതയുമില്ല. ഒരു വാർഡിൽ 5000 വോട്ട് വീതം അല്ലെങ്കിൽ 6000 വോട്ട് വീതം തിരിച്ചുകൊണ്ട് വാർഡുകളെ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ആ പ്രദേശത്തുള്ളവരെ ഇപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ലഭിക്കും, അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷേ അത് വെറും മിഥ്യാധാരണ. കാരണം വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. ഇടതുപക്ഷം ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വേണമെങ്കിൽ അട്ടിമറിക്കാൻ സാധിക്കുമായിരിക്കും. ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറി നടത്താൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് ഇവിടെയുള്ള വോട്ടറെ ഒരു 3 കിലോമീറ്ററിനപ്പുറം പോയി വോട്ട് ചെയ്യേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അപ്പുറത്തെ വാർഡിലേക്ക് ആക്കാൻ പറ്റും. അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ഒരു പ്രദേശത്തുള്ളൊരു 200 വീട് അല്ലെങ്കിൽ 100 വീടെടുത്ത് 2 വാർഡിനപ്പുറം അവരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടർ പട്ടികയിലാണ് അവരുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇങ്ങോട്ട് മാറ്റുന്നത്?
അത് ബൾക്കായിട്ട് മാറ്റാൻ സാധിക്കുമോ? കോർപ്പറേഷൻ സെക്രട്ടറിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കുമോ? അതെല്ലാം ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. പക്ഷേ ഇതിലൊന്നും ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഇനി 3 മാസം പോലും തെരഞ്ഞെടുപ്പിന് സമയമില്ല. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഡീലിമിറ്റേഷനെ കൈകാര്യം ചെയ്ത് വോട്ടർ പട്ടികയെ മോശമായ വോട്ടർ പട്ടികയിൽ അനധികൃതമായ വോട്ടുകൾ, ഇരട്ടിപ്പ് വോട്ടുകൾ, അതുപോലെ തന്നെ പ്രദേശം മാറിയുള്ള വോട്ടുകൾ ഇതെല്ലാം ചേർത്തത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പരാജയ ഭീതി മൂലം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കുറച്ചെങ്കിലും വിജയം നേടിയാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അട്ടിമറിയിലൂടെയെങ്കിലും വിജയം നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കൂട്ടൽ. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എവിടെയായിരുന്നാലും കേരളത്തിലെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏത് വാർഡിലെടുത്ത് മാറ്റിയും തിരിച്ചുമിട്ടാലും ശരി, ആ വാർഡുകളെല്ലാം സാധാരണക്കാരാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ വോട്ട് ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള UDF അനുകൂലമായിട്ടുള്ള വോട്ടായി മാറാനേ സാധ്യതയുള്ളൂ. ഓക്കെ അത് വ്യക്തമാണ്. ശ്രീ ആയൂർ ബിജു, നോക്കൂ, ഈ സർക്കാരിൻ്റെ ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷൻ്റെ ഇടപെടലിൽ BJPക്കും UDFനും ഒരുപോലെ ആക്ഷേപമുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ ഈ പ്രക്രിയയിൽ സജീവമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, അതിരുകടന്ന രാഷ്ട്രീയമായ കൈകടത്തൽ ഉണ്ടാകുന്നുണ്ട് തുടങ്ങിയ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വികസന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കായി നിങ്ങൾ ഇത്തരമൊരു ഇടപെടൽ കൂടി നടത്തി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ടോ? അല്ല, എല്ലാ കാലഘട്ടത്തിലും ഭരിക്കുന്ന മുന്നണിക്ക് എതിരെ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന ഒരാക്ഷേപം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എത്രയോ കാലം ഈ കേരളം ഭരിച്ചു. അന്നൊക്കെയും ഉണ്ടായ ആ സമയത്തൊക്കെ ഉണ്ടായ വോട്ടപ്പട്ടികയിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP പിന്നെ കേരളത്തിൽ അധികാരത്തിൽ വരാത്തതുകൊണ്ടും അവർക്കതിൽ പങ്കാളികളാകാത്തതുകൊണ്ടും അവരുടെ പേരിൽ ഇതുവരെ ആരോപണം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഭരിച്ച കാലഘട്ടത്തിൽ K കരുണാകരനും AK ആന്റണിയും മറ്റ് നിങ്ങളെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കേരളം ഭരിച്ച ഏത് തെരഞ്ഞെടുപ്പിലാണ് ഈ സൈസ് ആരോപണം ഇല്ലാതിരുന്നിട്ടുള്ളത്? അന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് മാഷേ. ഇനി ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട പത്മകുമാറേട്ടൻ ഒന്ന് കാര്യം പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ അല്ലേ? ആരാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഞാൻ പറയട്ടെ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ സംസാരിക്കട്ടെ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ. CEO അത് സെൻട്രൽ പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ, ഇത് സ്റ്റേറ്റ് നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതിന്റെ ഒരു കൺട്രോളും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഇല്ല. ഒരു BLO ഇല്ല, BLA ഇല്ല. ഇത് സെപ്പറേറ്റ് ബോഡിയാണ്. ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക നേരത്തെ പ്രസിദ്ധീകരിക്കുന്നു. കരട് എത്രവട്ടമായി കരട് നേരത്തെ പ്രഖ്യാപിച്ചു. നേരത്തെ അതിന് മുന്നേ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയല്ലേ? ഇതിന്റെ വോട്ടർ പട്ടിക കരട് 23-നാണ്. നേരത്തെ പ്രസിദ്ധീകരിച്ചില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായി പഠിക്കാൻ പറ്റുന്നില്ല? ഡിലിമിറ്റേഷൻ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് പഠിക്കുന്നില്ല? അത് കാര്യം മനസ്സിലാക്കാതെ പറയുകയാണ്. 5000 പരാതി ഡീലിമിറ്റേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. 10% ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് ആ 10% പരാതി കൊടുത്ത ആളുകളെ പോലും നിങ്ങൾ എന്താണെന്ന് കാര്യമായി ചോദിക്കുകയോ അവരെ പരാതി കേൾക്കുകയോ അതനുസരിച്ച് അവർക്ക് ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ തീരുമാനം. നിരവധി കോടതി കേസ് കിടക്കാറുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. അതിനകത്ത് കോടതി കൊടുത്ത അണ്ടർടേക്കിംഗ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അങ്ങനെയല്ല മനസ്സിലാക്കാൻ ബിജു പറയട്ടെ. ഞങ്ങൾ കോടതിയിൽ കോപ്പി കൊടുത്തു. ആ കോടതിയിൽ ഇലക്ഷൻ കമ്മീഷനും ഡീലിമിറ്റേഷൻ കമ്മീഷനും വന്നിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിക്കും, അതനുസരിച്ച് ആ നോംസ് അനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൂടി പരിഗണിച്ചായിരിക്കും ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത് ഡിസ്പോസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കള്ളത്തരം കാണിച്ചിട്ടുള്ളത്. ഞങ്ങൾ വീണ്ടും കോടതിയിൽ പോവുകയാണ്. കോടതിയിലുണ്ട്, കോടതിയിൽ ഫയൽ ചെയ്യാൻ പോവുക. നിങ്ങൾ രണ്ടു സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറുപടി പറയാനുണ്ട്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം മതി. പത്മകുമാർ ചേട്ടൻ പറഞ്ഞു ഈ കേരളത്തിന്റെ പൊതുക്കടത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഗൂഗിൾ ഒന്ന് അടിച്ചു നോക്കുമോ
ഇന്ത്യയുടെ പൊതുകടം 205 ലക്ഷം കോടി രൂപയാണ്. താങ്കൾക്കറിയാമോ? നിങ്ങളുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന 2 ടേമായിട്ട് നിങ്ങൾ ഭരിക്കും. ഇതാ ഗൂഗിൾ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇപ്പം ഞാൻ ഈ ഇവരുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാം. ACBയുടെ കേൾക്കും. അല്ല സാർ, അല്ലല്ല, നിങ്ങൾ കേരളത്തിന്റെ പൊതുകടത്തെ ആക്ഷേപിച്ചപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ. ഗൂഗിൾ സെർച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഗൂഗിളിൽ സെർച്ച് വായിച്ചു കേൾപ്പിക്കാം. കടം കയറി ഇന്ത്യ, രാജ്യത്തിന്റെ കടബാധ്യത 205 ലക്ഷം കോടി. 205 ലക്ഷം കോടി. നിങ്ങളുടെ പ്രധാനമന്ത്രി രാജ്യം ലോകം മൊത്തം ഉലകം ചുറ്റി നടക്കുന്നതും നാട്ടിൻ്റെ പൈസ എടുത്ത് വിവിധ സംസ്ഥാനങ്ങൾക്കല്ല വിവിധ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് 4500 കോടി ഏതോ ഒരു രാജ്യത്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അപ്പോഴും ഇവിടെ കേരളം ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ പട്ടിണിയിലാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇനി നിങ്ങളുടെ കോൺഗ്രസ്സുകാരൻ എത്ര കൊല്ലം ഇന്ത്യ ഭരിച്ചു? ഇന്നും കോൺഗ്രസ്സുകാരൻ 70 കൊല്ലം ഇന്ത്യ ഭരിച്ച ഈ രാജ്യത്ത് ഇന്നും പട്ടിണി ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നെഹ്റുവിനാണ്, ഇന്ദിരാഗാന്ധിക്കാണ്, രാജീവ് ഗാന്ധിക്കാണ്, കോൺഗ്രസിനാണ്. നെഹ്റുവിനെയും ഗാന്ധിജിയെയും അധിക്ഷേപിക്കാനായില്ല ബിജു. അതൊന്നും ആയിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ഇന്ത്യയെ നിലനിൽക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ BJP ഉൾപ്പെടെയുള്ള പാർട്ടി രാജ്യത്ത് നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചത് കൊണ്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭരണഘടന രൂപീകരിച്ചത് കൊണ്ടാണ് ഇന്ന് ബിജുവിന് ഇവിടെ ഇരുന്ന് സംസാരിക്കുവാൻ, പത്മകുമാർ വർക്കിലിന് ഇവിടെ ഇരുന്ന് സംസാരിക്കുവാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ബിജുവിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധിക്ഷേപിക്കുവാൻ ബിജു ആയില്ല. ഒരു നിമിഷം അതല്ല, എനിക്ക് അതിനേക്കാൾ ഗൗരവമായുള്ള ഒരു കാര്യം പറയാനുണ്ട്. ശ്രീ അയൂർ ബിജു, 9 വർഷമായിട്ട് നിങ്ങളുടെ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇന്ന് വെളിച്ചെണ്ണയുടെ വില 500 കടന്നിട്ടുണ്ട്. അത് താങ്കൾ അറിഞ്ഞായിരുന്നോ? അല്ല, വെളിച്ചെണ്ണയുടെ വില മാത്രമല്ലല്ലോ സാർ. ഞാൻ വെളിച്ചെണ്ണ എവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്നത്? നമ്മുടെ നാടിന്റെ പേര് കേരളം എന്നാണ്. കേരളത്തിലെ കേരോത്പാദനവുമായി മുന്നോട്ട് എത്ര വകുപ്പുകളും എത്ര സംവിധാനങ്ങളും ഉണ്ട് സാർ. പ്രിയപ്പെട്ട ആങ്കർ അഭിജിത്തെ, നിങ്ങളുടെ വീട്ടിൽ എത്ര തെങ്ങ് ഇപ്പോഴുണ്ട്? പണ്ട് എത്ര തെങ്ങുണ്ടായിരുന്നു? നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ എത്ര തെങ്ങുണ്ടായിരുന്നു? തെങ്ങ് കൃഷി ചെയ്യാത്തത് മൂലം തേങ്ങയുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് വെളിച്ചെണ്ണ വില കൂടുന്നത് സ്വാഭാവികമല്ലേ? സ്വാഭാവികമല്ലേ? ഞാൻ 13 തെങ്ങ് കൃഷിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എത്ര ഏജൻസികളുണ്ട്, എത്ര നോഡൽ ഏജൻസികളുണ്ട് സാർ നിങ്ങൾക്ക്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഗവൺമെന്റ് BJP ഗവൺമെന്റ് കേരളത്തിന് എന്ത് തരുന്നു? നിങ്ങൾ ബഡ്ജറ്റ് വിഹിതത്തിൽ നമുക്കെന്ത്? നിങ്ങളൊക്കെ വലിയ നേതാക്കന്മാരാണല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എനിക്ക് ചില രാഷ്ട്രീയമായ ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ കാണുന്നത്. പുതിയ നേതൃത്വം, പുതിയ രീതി എന്നതൊക്കെയാണ് UDFും BJPയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാക്യം. ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ച ആത്മവിശ്വാസമുണ്ട്. ഈ നേതൃത്വത്തിൽ നിങ്ങൾ കാണുന്ന കോൺഫിഡൻസ് എന്താണ് അഭിലാഷേ, നിങ്ങളുടെ പുതിയ നേതൃത്വത്തിൽ? ഇതിൽ അഭിജിത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുൻപ് ബിജു, ഇവിടെ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരു കാലത്തും കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഒരു കാലത്തും നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. കാരണം പൊതുവിപണിയിൽ വില നിലവാരം കൂടുമ്പോൾ അവിടെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി നന്മ സ്റ്റോറുകളും മാവേലി സ്റ്റോറുകളും ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ LDF ആദ്യം വന്നപ്പോൾ, പിണറായി വിജയൻ ഗവൺമെൻറ് ആദ്യം വന്നപ്പോൾ കേരളത്തിൽ ആകമാനമുണ്ടായിരുന്ന ഏകദേശം 1000-ഓളം നന്മ സ്റ്റോറുകൾ അടച്ചുപൂട്ടി. കാരണം അതെല്ലാം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് തുടങ്ങിയതാണ് എന്ന് വെച്ചുകൊണ്ട് നന്മ സ്റ്റോറുകൾ അടച്ചുപൂട്ടി. അപ്പോൾ പൊതുവിപണിയിൽ വില ക്രമാതീതമായി കൂടുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തുവാൻ ആർക്കും സാധിക്കുന്നില്ല. മാവേലി സ്റ്റോറിലൂടെ നിങ്ങൾക്ക് സാധനം കൊടുക്കാൻ സാധിക്കുന്നില്ല. സപ്ലൈകോ സ്റ്റോറുകളിലൂടെ സാധനം കൊടുക്കാൻ സാധിക്കും. സപ്ലൈകോ സ്റ്റോറിലൂടെ അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൊതുവിപണിയിൽ വില കൂടുന്നത്. നിങ്ങളിവിടെ ഭരണത്തിൽ വരുമ്പോൾ 20 രൂപയായിരുന്നു അരിയുടെ വില, ഇപ്പോൾ 65 രൂപയായി.
കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട്. വെളിച്ചെണ്ണയുടെ വില നേരത്തെ സൂചിപ്പിച്ചതുപോലെ 500 രൂപയിലെ അഭിജിത്ത് 550 രൂപയാണ് ചില്ലറ വിപണിയിൽ 550 രൂപയാണ്. അപ്പോൾ ഏത് സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ഇടപെടൽ നടത്തുവാൻ ഈ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തിയില്ല. അത് ഒന്നാം പിണറായി ഗവൺമെൻറ് ആയാലും ശരി, രണ്ടാം പിണറായി ഗവൺമെൻറ് ആയാലും ശരി, വില നിലവാരം കേരളത്തിൽ പിടിച്ചു നിർത്തുവാൻ നിങ്ങൾക്കൊരു ഇച്ഛാശക്തിയില്ല ഗവൺമെൻറ്റിന്. പിന്നെ അഭിജിത്തിൻ്റെ ചോദ്യം, തീർച്ചയായിട്ടും പുതിയ നേതൃത്വവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്ക് തിളക്കമാർന്ന വിജയം ലഭിച്ചു എന്നുള്ളത് നമുക്കൊരു വീണ്ടും ഒരു ഊർജം നൽകുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്. അതനുസരിച്ച് നമുക്ക് വലിയ നല്ല രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ വലിയ നീരസവും അതൃപ്തിയുമുള്ള ശബ്ദശകലങ്ങൾ അത് ശ്രീ പാലോട് വീടെന്ന് മാത്രമായിട്ടല്ല, അല്ലാതെയും പുറത്തു വരുന്നുണ്ടല്ലോ. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതൊരു താഴെത്തട്ടിലേക്ക് പൂർണ്ണമായിട്ടും എത്തുന്നില്ല. മറ്റ് വിവാദങ്ങളിലേക്കല്ല ഞാൻ വിരൽ ചൂണ്ടുന്നത്, എങ്കിൽ പോലും താഴെത്തട്ടിലേക്ക് ആ പ്രവർത്തകർക്ക് കൃത്യമായ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു വിമർശനവും വിഷമവും ഒക്കെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടല്ലോ. അഭിജിത്തെ, ഞങ്ങളുടെ പാർട്ടിക്ക് ജനാധിപത്യ സ്വഭാവം ഉണ്ടെന്നേ. ഞങ്ങളുടെ പാർട്ടിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത് ശ്രീ ശശി തരൂരും ശ്രീ പാലോട് രവിയും പറയുന്നത് ഏകദേശം ഒരേ സ്വഭാവമുള്ള രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ അതിൽ ശ്രീ പാലോട് രവിക്കെതിരെ മാത്രം നടപടിയും ശശി തരൂരിനെതിരെ നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിന്റെ സാങ്കത്യം കൂടി പറയണമല്ലോ. ശശി തരൂർ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അഭിജിത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ പറയാമല്ലോ. ശശി തരൂർ അങ്ങനെ കേരളത്തിലെ നേതൃത്വം മോശമാണെന്നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം മോശമാണെന്നോ ഒരിടത്തും പരാമർശിച്ചായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ കാഴ്ചപ്പാട് അനുസരിച്ചില്ല. അതിന് അങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കണ്ട. ശശി തരൂരിനെ എടുത്ത് പിടിച്ചിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടാക്കാനുള്ള ശ്രമം വേണ്ട. ജനാധിപത്യവും നീതിയും ഒക്കെ രണ്ടുപേർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ്റെ അഭിപ്രായം മാത്രം. പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യുന്നതും പുറത്തു വരുന്നില്ല. കാരണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയവും ചർച്ചയില്ല. മറ്റ് തലങ്ങളിൽ മാത്രം ചർച്ച ഒതുങ്ങുകയാണ് അവിടെ. പിണറായി വിജയൻ ഇന്നും ക്യാപ്റ്റനും കാരണഭൂതനുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. അവിടെ ചർച്ചയില്ല. പിണറായി വിജയൻ്റെ വിഷയത്തിൽ ചർച്ചയില്ല. മറ്റ് വകുപ്പുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. മറ്റ് ഇപ്പോൾ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇ പി ജയരാജൻ്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. നമ്മുടെ കാര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് UDFിനെ സംബന്ധിച്ച് ജനാധിപത്യമുള്ള പാർട്ടിയാണ്. ജനാധിപത്യമായി ചില ചർച്ചകൾ നടക്കും. അതിലെ ചില ശകലങ്ങളൊക്കെ എടുത്ത് മാധ്യമപ്രവർത്തകരൊക്കെ എടുത്ത് പുറത്തു കൊടുത്ത് ഇതിനെ ഒരു വഷളാക്കാൻ ശ്രമിക്കുന്നു. അതൊന്നുമല്ല. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മികച്ച വിജയം, 2 തെരഞ്ഞെടുപ്പിലും തിളക്കമാർന്ന വിജയം നേടാൻ നമുക്ക് സാധിക്കും. ശ്രീ പത്മകുമാർ, നോക്കൂ, താങ്കളുടെയും പ്രസ്ഥാനത്തിൻ്റെയും അവസ്ഥ ഇപ്രകാരം തന്നെയാണ്. പുതിയ നേതൃത്വം വരുന്നു. പുതിയ പാർട്ടി ഓഫീസിൽ കൂടുതൽ സാങ്കേതികമായ സംവിധാനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട തലം എന്തൊക്കെയാണ്? അത് അല്ലെങ്കിൽ പറയാം. അതിന് മുമ്പ് ഒരു 2 വാക്ക് ബിജു പറഞ്ഞതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കടത്തെക്കുറിച്ചും അദ്ദേഹം അത് മനസ്സിലാക്കാത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഈ താങ്കൾ പറഞ്ഞ കടമുണ്ട്. പക്ഷേ ആ നമ്മുടെ കടം വാങ്ങുന്ന ലോൺ എടുക്കുന്നത് വിദേശ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു നിന്ന് ലോൺ എടുക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. വാങ്ങുന്നതിൽ കൂടുതൽ 50% കൂടുതൽ വരുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ബാക്കി വെൽഫെയർ പ്രോഗ്രാമിന് പോകും. പക്ഷേ കേരളത്തിലെ സ്ഥിതി അതല്ല. കടം വാങ്ങുന്നത് പലിശ കൊടുക്കുന്നതിനും വീണ്ടും മറ്റ് കാര്യങ്ങൾക്ക് ആളുകൾക്ക് മറ്റു പല രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിനും ഇതൊന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്ന റിട്ടേൺ വരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് വരുന്ന പൈസ തിരിച്ച്. അതുകൊണ്ടാണ് ഇന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച നമ്മുടെ ഇന്ത്യക്കുണ്ട്. ലോക വളർച്ചയേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ പ്രതിവർഷ വളർച്ചാ നിരക്ക് വളരെ കൂടുതലാണ്. അതാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. 2, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പാർട്ടിയിലുള്ളൊരു മാറ്റം, ആ മാറ്റം വളരെ കാര്യമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രാവശ്യവും ഒരു 30-40% പുതിയ ആളുകൾ വരേണ്ടി വരും. ഞാൻ തന്നെ 2020 മുതൽ 2025 വരെ സംസ്ഥാന സ്റ്റേറ്റിൻ്റെ ഓഫീസ് ബെയറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു തലമുറ വരണം. അപ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത്, ഞാൻ പാർട്ടിയിൽ നിന്ന് മാറിപ്പോകുന്നില്ല, വേറെ സ്ഥലത്തേക്ക് എന്നെ പോസ്റ്റ് ചെയ്യും. പുതിയ ഒരു ചേഞ്ച് ഉണ്ടാകും. അത് എല്ലാ കാലത്തും ഉണ്ട്. കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൻ്റെ തുടർച്ച തന്നെയാണോ ശ്രീ പത്മകുമാർ ഈ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ? തീർച്ചയായിട്ടും. അതിൽ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രസിഡന്റിൻ്റെ അഭിപ്രായങ്ങൾ വരുമെങ്കിൽ കളക്റ്റീവ്
ലീഡർഷിപ്പാണ്, തീരുമാനം എടുക്കുന്നതും എല്ലാം കളക്റ്റീവ്. അദ്ദേഹം പ്രസിഡന്റിന് അതിൻ്റെ ആ തീരുമാനത്തിന് നേതൃത്വം കൊടുത്ത് നടപ്പിൽ വരുത്തുന്നു എന്നുള്ള നിലയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ താങ്കൾ സൂചിപ്പിച്ച പോലെ സാങ്കേതിക വിദ്യകളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സംഘടനാ പ്രവർത്തനത്തെ മാറ്റും. നയങ്ങളിൽ മാറ്റം ഉണ്ടാകും, പക്ഷേ ഞങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിലോ ഒന്നിലും മാറ്റം വരുത്താൻ പോകുന്നില്ല. ഈ ഞങ്ങളുടെ ലക്ഷ്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, നമുക്കറിയാലോ ഈ മനുഷ്യ നാഗരികതയുടെ വികാസത്തിൽ ഏറ്റവും സവിശേഷമായ ഒരു കാര്യമാണ് ജനാധിപത്യ രീതി. ആ ജനാധിപത്യ രീതിയിൽ തന്നെ ഏറ്റവും കാര്യമായ ഒരാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സസൂക്ഷ്മം വീക്ഷിച്ച് ഗൗരവത്തോടു കൂടി എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെ ഉണ്ടാക്കുക, ഭരണത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അതനുസരിച്ചുള്ള നീക്കങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ ഞങ്ങൾ കേരളത്തിൽ ഈ എതിർപ്പുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് BJPയെ പരാജയപ്പെടുത്തുക എന്ന് പറയുമ്പോഴും ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഏകദേശം 10 വർഷക്കാലമായിട്ട് പ്രധാന പ്രതിപക്ഷമാണ്. അവിടെ UDFൻ്റെ അവസ്ഥകളൊന്ന് പരിശോധിച്ചു, പ്രധാന പ്രതിപക്ഷമാണ്. കഴിഞ്ഞ ടൈമാണെങ്കിൽ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയുമായിരുന്നു. UDFും LDFും കൂടി ചേർന്നുകൊണ്ടാണ് ഞങ്ങളെ ഭരണ രംഗത്തു നിന്ന് മാറ്റി നിർത്തിയത്. ഇനി അത് പറ്റില്ല. 51% വോട്ട് പിടിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരും. ഇപ്പോൾ തന്നെ കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റികൾ ഞങ്ങളുണ്ട്, 22 കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരിക്കുന്നുണ്ട്, പ്രധാന പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഈ 2 മുന്നണികളുടെയും എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പ്രധാന പ്രതിപക്ഷമായി വരികയും ഭരണത്തിലെത്തുകയും ചെയ്യും. നിരവധി പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ആ ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള ചിട്ടയായ പ്രവർത്തനവുമായിട്ടാണ്. പ്രത്യേക പരിഗണന നൽകുന്ന സ്ഥലങ്ങളുണ്ടോ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയി? അല്ല, പ്രത്യേക പരിഗണന എന്നുള്ളതല്ല, ജയിക്കുക എന്നുള്ളതാണ്. അതിൽ ഓരോ പ്രദേശത്തെയും പ്രവർത്തകർക്ക് പ്രാധാന്യമുണ്ട്. അവരുടെ ലക്ഷ്യം അവരുടെ മേഖലകളിൽ 1-ാം സ്ഥാനത്തെത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 1-ാം സ്ഥാനത്തെത്തുക ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ളതിൽ, മുന്നണി എന്നുള്ളതിൽ ഈ 2 മുന്നണികളെയും പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീ ആയൂർ ബിജു, ഇതിന് രാഷ്ട്രീയമായ മറുപടിയാണ് പ്രധാനമായും താങ്കൾ പറയേണ്ടത്. നോക്കൂ, ഈ 2 മുന്നണി സംവിധാനങ്ങളും അവരുടെ ഏറ്റവും എഫക്റ്റീവായ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഘട്ടത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇവിടെ പ്രധാനമായും സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭരണവിരുദ്ധ വികാരത്തിലേക്ക് വിരൽ ചൂണ്ടാനുള്ള പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ നിങ്ങളുടെ മുന്നിൽ? അഭിജിത്ത് കേൾക്കൂ, കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് ചേലക്കരയിലും നിലമ്പൂരിലും ചേലക്കരയല്ല, പാലക്കാടും നിലമ്പൂരിലും ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ആ 2 ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഈ 2 സ്ഥലത്തും ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാരല്ലായിരുന്നു. ഇവിടെയൊക്കെ UDFിൻ്റെ നമുക്കറിയാം, നിലമ്പൂരിലെ അവസ്ഥ നമുക്ക് അറിയാം, വ്യത്യസ്തമാണ്. അതേപോലെ പാലക്കാട് കോൺഗ്രസിൻ്റെ MLA രാജിവെച്ച സ്ഥലമാണ് പുതുപ്പള്ളി. വീണ്ടും പോയ പുതുപ്പള്ളി അതവിടെയാണ്. അതേപോലെ മറ്റൊരു സ്ഥലത്ത് ബൈ ഇലക്ഷൻ നടന്നു, അവരും BT തോമസിൻ്റെ ഭാര്യ, അതേസമയം ഉമാ തോമസ് തൃക്കാക്കര. അതേസമയം ഞങ്ങൾ ചേലക്കര, ഞങ്ങളുടെ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിച്ചു. വോട്ട് കുറഞ്ഞു. വോട്ടിംഗ് ശതമാനത്തിൽ സ്ഥാനാർത്ഥികൾ മാറുമ്പോൾ ചിലപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകും, ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിങ്ങൾ ആശ കണ്ടുകൊണ്ടിരുന്നാൽ പണ്ട് അമ്പിളിയും പാമ്പനെ നോക്കി പട്ടി കുറച്ചതുപോലെ വരത്തോളൂ, ഒന്നും സംഭവിക്കാനില്ല. ഇനി പ്രിയപ്പെട്ട പത്മകുമാർ ചേട്ടൻ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ജനവിഭാഗം അവരോട് അടുക്കുന്നു. സന്ദീപ് വാര്യർ ഉൾപ്പെടെ BJPക്കാരെല്ലാം വിവിധ പാർട്ടിയിൽ പോകുന്ന സാഹചര്യമാണ് സാർ. നിങ്ങളുടെ വലിയ നേതാക്കന്മാർ, നിങ്ങളുടെ പ്രവർത്തകർ, നിങ്ങളുടെ പാർട്ടിയുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ടി വിടുന്ന സാഹചര്യമാണ് കേരളത്തിൽ. പിന്നെ നിങ്ങൾ എങ്ങനെ വോട്ടിംഗ് ശതമാനം കൂട്ടുന്നത്? നിങ്ങൾ എത്ര നാൾ കൊണ്ട് പറയുന്നു ഞങ്ങൾ വരുന്നു? ഇനി താങ്കൾ പറഞ്ഞു 22 പഞ്ചായത്ത്. സാർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 998 99 1000-ഓളം പഞ്ചായത്തുകളുണ്ട്. 1000 പഞ്ചായത്തുകളിൽ നിങ്ങൾ 22 പഞ്ചായത്ത് ഭരിക്കുമ്പോൾ എങ്ങനെയാണ് സാർ നിങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറയുന്നത്? ഇനി കഴിഞ്ഞ വട്ടം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ 35 സീറ്റ് മേടിച്ചാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്. MLA ആഫീസ് തുടങ്ങിയില്ലേ പാലക്കാട്ട്? മുഖ്യമന്ത്രിക്ക് വേണ്ടി ആഫീസ് ഉണ്ടാക്കിയില്ലേ? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ തിരുവനന്തപുരത്ത് ചില സീറ്റുകളിൽ നിങ്ങൾ വോട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. ചില പ്രദേശങ്ങളിൽ നിങ്ങൾ വോട്ടുകൾ പിടിക്കുന്നുണ്ട് എന്ന് വെച്ച് കേരളത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് എത്തിപ്പെടുവാൻ BJPക്ക് സംഘപരിവാർ സംഘടനകൾക്ക് ഇന്നുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, വരുന്ന ത്രിതല പഞ്ചായത്തുകളിൽ നിങ്ങൾ 2 കോർപ്പറേഷൻ അല്ലേ നിങ്ങൾ ഭരിക്കുന്നത്? ജില്ലാ പഞ്ചായത്തുകളുണ്ട് സാർ, ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ഇവിടെയെല്ലാം ഞങ്ങളാണ് സാർ ഭരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട്
നിങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഓക്കെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. വലിയ ആധിപത്യം ഉണ്ടായിരുന്ന ബംഗാൾ ത്രിപുരയിലേക്ക് അവസ്ഥ ഇപ്പൊ എന്താ? അല്ല അവിടെ എന്താ അവിടുത്തെ ഈ നിങ്ങൾ പറഞ്ഞ ഏരിയ സെക്രട്ടറിയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളുകളൊക്കെ പൊറോട്ട അടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഭരിച്ച പല സ്റ്റേറ്റുകളും പോയിട്ടല്ലേ? അതല്ലല്ലോ, ബംഗാളിനെയും ത്രിപുരയും കുറിച്ച് അക്ഷരം ഇപ്പൊ പറയുന്നതാണ്. അല്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മാറ്റം ഉണ്ടാവില്ലെന്ന് എന്ത് സ്ഥിരമായിരിക്കും. എന്താ ബിജെപിക്ക് അധികാരം പിടിക്കാൻ സാധ്യമായോ? എന്ത് പറ്റി നിങ്ങൾക്ക്? ത്രിപുരയോ ബംഗാളിൽ ഞങ്ങൾക്ക് എത്ര എം പിമാരുണ്ട്, എത്ര എം എൽ എമാരുണ്ട്? നമ്മുടെ സമയം പൂർത്തിയാകണമെങ്കിൽ അഭിലാഷിലേക്ക് ഒരു നിമിഷം കൂടി പോകേണ്ടതുണ്ട് എന്നുള്ളൊരു ധാരണ വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് അഭിലാഷിലേക്ക് പോകേണ്ടതുണ്ട്. അഭിലാഷ്, താങ്കൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ രണ്ട് പ്രതീക്ഷകളോടുള്ള മറുപടി വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഇത് ആയൂർ ബിജു പറഞ്ഞതുപോലെ നമുക്കങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം മാത്രമല്ല നമ്മുടെ പ്രതീക്ഷ. കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നായി LDFിനെതിരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ചിന്തിക്കുന്ന സമയമാണിപ്പോൾ. ഇവിടെ ഏത് മേഖലയിലാണ് നിങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്? ഒരു വികസന പദ്ധതി നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയെന്ന് പറയാൻ സാധിക്കുമോ? ഒരു ജനക്ഷേമ പദ്ധതി കഴിഞ്ഞ 10 വർഷം കിട്ടിയല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഏറ്റെടുത്ത് ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കിയെന്ന് പറയാൻ സാധിക്കുമോ? ജനവിരുദ്ധ ഗവൺമെന്റല്ലേ കഴിഞ്ഞ 10 വർഷമായി കേരള രാഷ്ട്രീയം അതിന്റെ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ടോക്കിംഗ് പോയിന്റ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി അറിയിക്കുന്നു.